എട്ടാം ശമ്പള കമ്മീഷന്റെ രൂപീകരണവും അതിനോടനുബന്ധിച്ചുള്ള ചർച്ചകളും സർക്കാർ ജോലി ആഗ്രഹിക്കുന്നവരിലും SSC പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികളിലും പുതിയ ആവേശം ഉണർത്തിയിട്ടുണ്ട്. അതേസമയം പുതിയ ശമ്പള കമ്മീഷൻ ശുപാർശകൾ നടപ്പിലാക്കി കഴിഞ്ഞാൽ എത്ര ശമ്പളം വർദ്ധിക്കുമെന്നറിയാൻ ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികളാണ് ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്. എട്ടാം ശമ്പള കമ്മീഷന്റെ രൂപീകരണവും അതോടനുബന്ധിച്ചുള്ള ചർച്ചകളും സർക്കാർ ജോലി ആഗ്രഹിക്കുന്നവരിൽ, പ്രത്യേകിച്ചും സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ അഥവാ SSC പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികളിൽ പുതിയ ആവേശം തന്നെ ഉണർത്തിയിട്ടുണ്ട്. SSC, CGL, CHSL മുതൽ MTS, GD കോൺസ്റ്റബിൾ തസ്തികകൾ വരെ പുതിയ ശമ്പള കമ്മീഷൻ ശുപാർശകൾ നടപ്പിലാക്കി കഴിഞ്ഞാൽ എത്ര ശമ്പളം വർദ്ധിക്കുമെന്നറിയാനാണ് ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നതും. എട്ടാം ശമ്പള കമ്മീഷന് കീഴിലുള്ള അന്തിമ ശമ്പള ഘടന സർക്കാർ ഇതുവരെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും കേന്ദ്ര സർക്കാർ ജീവനക്കാരോട് അടിസ്ഥാന ശമ്പളം, അലവൻസുകൾ, മൊത്തത്തിലുള്ള കയ്യിൽ കിട്ടുന്ന ശമ്പളം എന്നിവയിൽ ഗണ്യമായ വർധനവ് കാണാൻ കഴിയുമെന്ന് വിദഗ്ധരും റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നുണ്ട്. സർക്കാർ ജീവനക്കാരുടെ ശമ്പളം, പെൻഷൻ, അലവൻസുകൾ എന്നിവ പരിഷ്കരിക്കുന്നതിനായാണ് കേന്ദ്ര സർക്കാർ ഒരു ശമ്പള കമ്മീഷനും രൂപീകരിച്ചത്. ഏഴാം ശമ്പള കമ്മീഷൻ 2016 പ്രാബല്യത്തിൽ വന്നിരുന്നു. എട്ടാം ശമ്പള കമ്മീഷന്റെ ചർച്ചകൾ ഇതിനകം തന്നെ ശക്തമായി പ്രാപിക്കാനും തുടങ്ങിയിട്ടുണ്ട്. പുതുക്കിയ അടിസ്ഥാന ശമ്പളം കണക്കാക്കാൻ ഉപയോഗിക്കുന്ന ഗുണിതമായ ഫിറ്റ്മെന്റ് ഘടകത്തിലെ വർധനവ് തന്നെയാണ് ഏറ്റവും വലിയ പ്രതീക്ഷ. ഏഴാം ശമ്പള കമ്മീഷന് കീഴിൽ ഫിറ്റ്മെന്റ് ഘടകം 2.57 ആയിരുന്നു. എട്ടാം ശമ്പള കമ്മീഷൻ ഇത് 2.86നും 3.68നും ഇടയിൽ ഉയർത്തിയേക്കാമെന്ന റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നുണ്ട്. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ വ്യത്യസ്ത ശമ്പള നിലവാരത്തിലുള്ള SSC ജീവനക്കാർക്ക് ശ്രദ്ധേയമായ ശമ്പള വർധനവ് തന്നെ ലഭിച്ചേക്കും. ഉദാഹരണമായി, നിലവിലെ ഏറ്റവും കുറഞ്ഞ അടിസ്ഥാന ശമ്പളം 18,000 രൂപയാണ്. പ്രതീക്ഷിക്കുന്ന പുതുക്കിയ അടിസ്ഥാന ശമ്പളം ഏകദേശം 51,000 രൂപയായിരിക്കും. അന്തിമ സംഖ്യകൾ സർക്കാർ അംഗീകാരത്തെയും ശമ്പള നിലവാരത്തെയും ആശ്രയിച്ചായിരിക്കും ഉണ്ടാവുക. SSC, CGL തസ്തികകളാണ് ഏറ്റവും ഉയർന്ന ശമ്പളം ലഭിക്കുന്ന SSC ജോലികളിലൊന്ന്. അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസർ, ഇൻകം ടാക്സ് ഇൻസ്പെക്ടർ, എക്സൈസ് ഇൻസ്പെക്ടർ തുടങ്ങിയ തസ്തികകളിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നവരുടെ ശമ്പളത്തിൽ വലിയ വർധനവ് തന്നെ പ്രതീക്ഷിക്കാം. നിലവിലെ ശമ്പളം 45,000 മുതൽ 80,000 രൂപ വരെയാണ്. എട്ടാം ശമ്പള കമ്മീഷന് ശേഷം ശമ്പളം കുത്തനെ ഉയരുകയാണെങ്കിൽ SSC, CGL, CHSL, MTS, GD കോൺസ്റ്റബിൾ പരീക്ഷകൾക്കുള്ള മത്സരം ഇനിയും വർദ്ധിച്ചേക്കും. എട്ടാം ശമ്പള കമ്മീഷന്റെ അന്തിമ ശുപാർശകളോ നടപ്പാക്കൽ തീയതിയോ ഇതുവരെയും സർക്കാർ ഔദ്യോഗികമായി പുറത്തുവിട്ടിട്ടില്ല. ന്യൂസ് ഡെസ്ക്, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.